أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعلمناه صنعة لبوس لكم لتحصنكم من بأسكم فهل أنتم شاكرون؟ ولسليمان الريح عاصفة تجري بأمره إلى الأرض التي باركنا فيها وكنا بكل شيء عالمين. ومن الشياطين من يغوصون له ويعملون عملا دون ذلك وكنا لهم حافظين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1048 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ അംബിയയിലെ 80 മുതൽ 82 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅല്ലംനാഹു സനഅത ലബൂസിൻ ലക്കും ലിതുഹ്സിനകും മിൻ ബഅസികും ഫഹൽ അൻതും ശാകിറൂൻ. ولسليمان الريح عاصفة تجري بأمره إلى الأرض التي باركنا فيها وكنا بكل شيء عالمين. ومن الشياطين من يغوصون له ويعملون عملا دون ذلك وكنا لهم حافظين. صدق الله العلي العظيم. സൂറത്തുൽ അംബിയയിലെ 80 മുതൽ 82 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചിട്ടുള്ളത്. ഇസ്രായേൽ സമൂഹത്തിലേക്ക് പ്രവാചകന്മാരായി നിയോഗിക്കപ്പെട്ട ദാവൂദ് അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിന്റെ പുത്രൻ സുലൈമാൻ അലൈഹിസ്സലാമിനെയുമാണ് സൂറത്തുൽ അംബിയയിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് അള്ളാഹു സവിസ്തരം പ്രതിപാദിക്കുന്നത്. അതിന്റെ ആദ്യ ഭാഗം നമ്മൾ ഇന്നലെ വായിക്കുകയുണ്ടായി. ഒരു വയലിന്റെ കാര്യത്തിൽ, ഒരു വിള നടത്തുന്ന ഒരു കൃഷിയിടത്തിന്റെ കാര്യത്തിൽ അവരിരുവരും ചേർന്ന് വിധി തീർപ്പ് നൽകുകയുണ്ടായ ആ സംഭവം, കൃഷിയിടത്തിലേക്ക് അന്യരുടെ ആടുകൾ കയറി മേയുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പരാതിയിലാണ് അവര് വിധി പറയുകയുണ്ടായത്. ദാവൂദ് അലൈഹിസ്സലാം നൽകിയ വിധി സുലൈമാൻ അലൈഹിസ്സലാമിന് വേണ്ടത്ര തൃപ്തികരമാവാതെ വരികയും ആ വിഷയത്തിൽ കൂടുതൽ നീതിപൂർവകമായ വിധി എങ്ങനെ നിർവഹിക്കും എന്നത് സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു വളരെ വ്യത്യസ്തമായ വിധത്തില് അത് പഠിപ്പിച്ചു കൊടുത്തു, ബോധ്യപ്പെടുത്തി കൊടുത്തു എന്ന കാര്യമാണ് ഇവിടെ തുടക്കത്തില് ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായത്. ഇരുവരും അല്ലാഹു ഹുക്മും ഇൽമും നൽകി അനുഗ്രഹിച്ചവർ തന്നെയായിരുന്നു. അതുപോലെ ദാവൂദ് അലൈഹിസ്സലാമിന് വേറെയും ചില വിശിഷ്ടതകൾ അല്ലാഹു നൽകിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം സ്വരമാധുരിയോടുകൂടി അല്ലാഹുവിനുള്ള പ്രകീർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് സങ്കീർത്തനങ്ങളാൽ ആലപിച്ചുകൊണ്ടിരുന്ന ഘട്ടത്തില് അദ്ദേഹത്തോടൊപ്പം ആ ദൈവിക സ്തോത്രങ്ങളില്, അതിന്റെ ആലാപനത്തില്, സ്വരമാധുരിയില് നിർവഹിക്കപ്പെടുന്ന ആ സങ്കീർത്തനത്തില്
അണിചേരാൻ അല്ലെങ്കിൽ അതോടൊപ്പം ചേരുന്ന വിധത്തില് വിധേയപ്പെട്ടു നിൽക്കാൻ അള്ളാഹു പർവ്വതങ്ങൾക്കും പക്ഷിക്കൂട്ടങ്ങൾക്കുമൊക്കെ നിർദ്ദേശം നൽകിയ, അല്ലെങ്കിൽ പക്ഷിക്കൂട്ടങ്ങളും പർവ്വതങ്ങളും ആ വിധത്തില് ദാവൂദ് അലൈഹിസ്സലാമിന് വിധേയത്വം കാണിച്ചുകൊണ്ട് നിന്ന കാര്യമാണ് തുടർന്ന് അള്ളാഹു ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. ഇതെല്ലാം നാം തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുകൂടി അള്ളാഹു പറഞ്ഞു വെക്കുന്നു. ദാവൂദ് അലൈഹി ഇസ്ലാമിന്റെ പ്രത്യേകമായ കഴിവുകളോ സിദ്ധിയോ അല്ല, പർവ്വതങ്ങളുടെയോ പക്ഷികളുടെയോ സിദ്ധിയുമല്ല. ഇതൊക്കെയും തന്നെ നമ്മുടെ ആസൂത്രണ ഫലമായി, നമ്മുടെ നിർദ്ദേശപ്രകാരം, നമ്മുടെ അറിവോടുകൂടി നാം ചെയ്ത കാര്യങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണ് എന്ന് അള്ളാഹു വ്യക്തമാക്കുകയാണ്. പ്രവാചകന്മാരൊന്നും തന്നെ, അവരെല്ലാവരും തന്നെ മനുഷ്യരായിരുന്നു. അവരാരും തന്നെ അമാനുഷമായ എന്തെങ്കിലും സ്വന്തം നിലക്ക് കഴിവുകളോ സിദ്ധികളോ പ്രകടിപ്പിക്കുന്നവരല്ല. അവർക്ക് അള്ളാഹു നൽകുന്ന മുഅ്ജിസാത്തുകള് അവരുടെ ദൗത്യ നിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു നൽകിയിട്ടുള്ള ആ അത്തരം സന്ദർഭങ്ങളിൽ നൽകിയിട്ടുള്ള ചില സിദ്ധികൾ മാത്രമാണ് എന്ന കാര്യം കൂടി അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. സ്വന്തം നിലക്ക് പ്രകടിപ്പിക്കുന്ന കാര്യങ്ങളല്ല അതൊന്നും. അതേപോലെ തന്നെ വിധി തീർപ്പിന്റെ കാര്യത്തിലും ചില കാര്യങ്ങൾ നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരേ വിഷയത്തില് ഒരേ മാനദണ്ഡം വെച്ചുകൊണ്ട് വിധി കൽപ്പിക്കുന്ന രണ്ട് വ്യത്യസ്തരായ ന്യായാധിപന്മാര് വ്യത്യസ്തമായ അവരുടെ മനസ്സിലാക്കലിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായ വിധികൾ നൽകാൻ ഇടയുണ്ട് എന്ന കാര്യവും ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ചിലർക്ക് അള്ളാഹു ബുദ്ധിപരമായ അപഗ്രഥന പാഠവും വിശകലന പാഠവും മറ്റുള്ളവരെക്കാൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട വിധത്തില് നൽകുന്നു എന്നൊരു കാര്യവും അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അതിനെ തുടർന്ന് ദാവൂദ് അലൈഹി ഇസ്ലാമിന് അള്ളാഹു നൽകിയിട്ടുണ്ടായിരുന്ന വേറെ ചില അനുഗ്രഹങ്ങളുടെ കാര്യമാണ് ഇന്ന് നമ്മൾ വായിച്ചു വെച്ച ആയത്തുകളിൽ സൂചിപ്പിക്കപ്പെടുന്നത്. അതിന്റെ നേർക്കുനേരെയുള്ള സാരം മനസ്സിലാക്കാൻ നമുക്ക് ആദ്യം ഒന്ന് ശ്രമിച്ചു നോക്കാം. വഅല്ലംനാഹു സനഅത ലബൂസിൻ, അദ്ദേഹത്തെ നാം പടയങ്കിയുടെ നിർമ്മാണം പഠിപ്പിച്ചു. ദാവൂദ് അലൈഹി ഇസ്ലാമിന് ലബൂസിന്റെ നിർമ്മാണം, സനഅത ലബൂസ് എന്ന് പറഞ്ഞ പരിച, ഷീൽഡ്, പടയങ്കി എന്നൊക്കെ മലയാളത്തിൽ പറയാറുള്ള, വാളുകൊണ്ട് ശത്രുക്കൾ ആക്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള, ശരീരത്തെ കാത്തു സംരക്ഷിക്കാനുള്ള ഒരു സംവിധാനമാണ്, ഒരു ഡിവൈസാണ് ലബൂസ് എന്ന് പറയുന്നത്. അതിന്റെ ആ വാക്കിന് തന്നെയാണ് ലിബാസ് ഒക്കെ വരുന്നത്, വസ്ത്രം എന്ന അർത്ഥത്തിലൊക്കെ. വസ്ത്രം പോലെ അണിയാൻ, ദേഹത്ത് അണിയാൻ കഴിയുന്ന മൂർച്ചയേറിയ ഇരുമ്പിന്റെ വാളുകൊണ്ടുള്ള പ്രഹരം ഏൽക്കാത്ത വിധത്തിൽ ശരീരത്തെ സംരക്ഷിക്കുന്ന ഒരു കവചമാണ് ലബൂസ്. അപ്പോ സനഅത ലബൂസ് എങ്ങനെ നിർമ്മിക്കാം എന്നതാണ് ദാവൂദ് അലൈഹി ഇസ്ലാമിനെ നാം പഠിപ്പിക്കുകയുണ്ടായത് എന്ന് അള്ളാഹു ഇവിടെ പറയുന്നു. അത് സനഅത ലബൂസിൻ ലഖും, നിങ്ങൾക്കായുള്ള പരിച, നിങ്ങൾക്കായുള്ള പടയങ്കി, നിങ്ങൾക്കായുള്ള ഈ സംരക്ഷണ കവചം, ലിതുഹ്സിനകും മിൻ ബഅസികും, നിങ്ങളുടെ യുദ്ധവും സംഘർഷമൊക്കെ പോലെയുള്ള അവസ്ഥകളിൽ നിങ്ങളെ കാത്തു സംരക്ഷിക്കുന്ന വിധത്തിലുള്ള, അതിനുവേണ്ടിയാണത്. അപ്പോ ദാവൂദ് അലൈഹി ഇസ്ലാമിന്റെ കാലത്തിന് മുമ്പ് അങ്ങനെയൊരു സംവിധാനം ഉണ്ടായിരുന്നില്ല എന്നതാണ്
നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നൂഹ് അലൈഹിസ്സലാമിന്റെ കാലത്ത് കപ്പൽ നിർമ്മാണം തുടങ്ങിയതുപോലെ മനുഷ്യ നാഗരിക ചരിത്രത്തില് പടയങ്കി നിർമ്മാണവും അതിന്റെ ഉപയോഗവും തുടങ്ങുന്നത് ദാവൂദ് അലൈഹിസ്സലാമിന്റെ കാലത്താണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. ബഅസ് എന്നത് വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലും യുദ്ധം പോലെയുള്ള സാഹചര്യങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദം ഉപയോഗിക്കുന്നുണ്ട് ആ നിലക്ക് വിശുദ്ധ ഖുർആനിൽ. അപ്പൊ നിങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തൊഹ്സിനക്കും നിങ്ങൾക്ക് ഒരു കാവലാകുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സംരക്ഷണ കവചമാകുന്നതിന് വേണ്ടി നിങ്ങളുടെ യുദ്ധ സന്ദർഭങ്ങളിലും ഏറ്റുമുട്ടൽ ഘട്ടങ്ങളിലും ഒക്കെ ഫഹൽ അൻതും ഷാക്കിറൂൻ, നിങ്ങൾ അതിന് അള്ളാഹുവിനോട് കൃതജ്ഞത ഉള്ളവരായി മാറിയിട്ടുണ്ടോ എന്നതാണ് തുടർന്ന് അള്ളാഹു ചോദിക്കുന്നത്. നിങ്ങൾ അള്ളാഹുവിന് നന്ദിയുള്ളവരായിട്ടുണ്ടോ എന്ന്. നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി ചെയ്യുന്നവരായിട്ടുണ്ടോ എന്ന്. മനുഷ്യ ജീവിതത്തില് ഏറ്റുമുട്ടലും സംഘർഷവും യുദ്ധവും ഒക്കെ വളരെ പൗരാണികമായ കാലം മുതൽ തന്നെ തുടങ്ങിയിട്ടുള്ളതാണ്. ആദ്യത്തെ തലമുറയിൽപ്പെട്ട മനുഷ്യർ തമ്മിൽ തന്നെ ഏറ്റുമുട്ടല് നടന്നതും ഒരാൾ കൊല്ലപ്പെട്ടതും വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചത് നമ്മൾ പിന്നിട്ട ഭാഗത്ത് മനസ്സിലാക്കിയിട്ടുണ്ടായതാണ്. അപ്പോ നിങ്ങൾക്ക് അത്തരം ഏറ്റുമുട്ടലിന്റെയും പോരാട്ടത്തിന്റെയും ഒക്കെ രംഗത്ത് അത്തരം സന്ദർഭങ്ങളിൽ രക്ഷയാകുന്നതിന് വേണ്ടി, രക്ഷാകവചമാകുന്നതിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ലബൂസ് നിർമ്മിക്കുന്നത് എങ്ങനെ എന്നത് ദാവൂദ് അലൈഹിസ്സലാമിന് നാം പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. നിങ്ങൾ അതിന്റെ പേരിൽ അള്ളാഹുവിനോട് കൃതജ്ഞതയുള്ളവരായിട്ടുണ്ടോ എന്നതാണ്. ഫഹൽ അൻതും ഷാക്കിറൂൻ, നിങ്ങൾ നന്ദി കാണിക്കുന്നവരായിട്ടുണ്ടോ, ആവുന്നില്ലേ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ വായിക്കാവുന്ന ഒരു പ്രയോഗം. ഇതാണ് അവിടെ പറയുന്നത്. തുടർന്ന് വലി സുലൈമാന റീഹ, സുലൈമാൻ അലൈഹിസ്സലാമിന് നാം കാറ്റിനെയും കീഴ്പ്പെടുത്തി കൊടുത്തു. ആസിഫത്തൻ, അതിശക്തമായ വിധത്തിൽ ആഞ്ഞു വീശുന്ന രീതിയിൽ പ്രവർത്തനക്ഷമമാകുന്ന കാറ്റിന് സുലൈമാൻ അലൈഹിസ്സലാമിന് നാം കീഴ്പ്പെടുത്തി കൊടുത്തു. തജ്രീ ബി അംരിഹി ഇലൽ അർദില്ലത്തി ബാറക്നാ ഫീഹ, നാം അനുഗ്രഹിച്ച ഭൂപ്രദേശത്തേക്ക് ആ കാറ്റ് സുലൈമാൻ അലൈഹിസ്സലാമിന്റെ നിർദ്ദേശപ്രകാരം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. തജ്രീ ബി അംരിഹി ഇലൽ അർദില്ലത്തി ബാറക്നാ ഫീഹ, നമ്മുടെ അനുഗ്രഹങ്ങൾ നിറച്ച ഭൂപ്രദേശം. നേരത്തെ നമ്മൾ വിശദീകരിച്ചതാണ് ഈ പ്രയോഗം. മസ്ജിദുൽ അഖ്സ നിലകൊള്ളുന്ന, ബൈത്തുൽ മുഖദ്ദസ് നിലകൊള്ളുന്ന ജെറുസലേം പ്രദേശം ഉൾപ്പെടുന്ന ആ ഭൂപ്രദേശത്തെയാണ് അള്ളാഹു പ്രത്യേകമായി അനുഗ്രഹിച്ച ഭൂപ്രദേശമായിട്ട് പരാമർശിക്കുന്നത്. ധാരാളം പ്രവാചകന്മാര് അവരുടെ തട്ടകമായി, പ്രവർത്തന മേഖലയായി വർത്തിച്ചിരുന്ന, പ്രയോജനപ്പെടുത്തിയിരുന്ന ഒരു ഭൂപ്രദേശമാണ്. സുലൈമാൻ അലൈഹിസ്സലാമും ദാവൂദ് അലൈഹിസ്സലാമും അള്ളാഹുവിന്റെ നൈതിക വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഭൂലോകത്തെ ജനവാസമുള്ള ഭൂപ്രദേശങ്ങളെയൊക്കെ തന്നെ നിയന്ത്രിച്ചുകൊണ്ട് ഭരണം നിർവഹിച്ചിരുന്ന അവരുടെ കേന്ദ്രമായിരുന്നു ആ പ്രദേശം. നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ടായി. അപ്പോ കാറ്റിനെ സുലൈമാൻ അലൈഹിസ്സലാമിന് അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്തു. അത് അതിശക്തമായി വീശുകയും സുലൈമാൻ അലൈഹിസ്സലാമിന്റെ നിർദ്ദേശപ്രകാരം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിറഞ്ഞ ആ ഭൂപ്രദേശത്തേക്ക് അത് ചലിക്കുകയും ചെയ്തു. വകുന്നാ ബികുല്ലി ശൈഇൻ ആലിമീൻ
എല്ലാറ്റിനെ കുറിച്ചും കൃത്യമായ ജ്ഞാനമുള്ളവനാകുന്നു നാം. വമിന ഷയാത്തീനി, അതുപോലെ സുലൈമാൻ അലൈഹി ഇസ്ലാമിന് നാം ഷയാത്തീനുകളെയും കീഴ്പ്പെടുത്തി കൊടുത്തു. കാറ്റിന് കീഴ്പ്പെടുത്തി കൊടുത്ത പോലെ അള്ളാഹു സുലൈമാൻ അലൈഹി ഇസ്ലാമിന് ചെയ്തിട്ടുണ്ടായിരുന്ന വിശിഷ്ടമായ ഒരു അനുഗ്രഹമാണ് ഷയാത്തീനിനെ കീഴ്പ്പെടുത്തി കൊടുത്തു എന്നാണ്. ഷയാത്തീൻ എന്നത് പലയിടത്തും വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. ജിന്നുകളിലും മനുഷ്യരിലും പെട്ട ഷയാത്തീൻ ഉണ്ട് എന്ന പരാമർശവും ഖുർആൻ നടത്തുന്നുണ്ട്. ഇവിടെ ഷയാത്തീൻ എന്ന് പരാമർശിക്കുന്നത് സുലൈമാൻ അലൈഹിസ്സലാമിന് സേവനം ചെയ്യുന്നതിന് വേണ്ടി അള്ളാഹു വിധേയപ്പെടുത്തി കൊടുത്ത ജിന്നുകളിൽപ്പെട്ട ചില അംഗങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ മാത്രമല്ല, ഖുർആനിൽ വേറെയും അതിനെക്കുറിച്ച് പരാമർശമുണ്ട്. ഈ ഷയാത്തിന്മാര് മയ്യഹൂസൂന ലഹു, അദ്ദേഹത്തിന് വേണ്ടി ആഴിയിൽ മുങ്ങുമായിരുന്നു. സമുദ്രത്തില് മുങ്ങി വളരെ ആഴത്തിലേക്ക് ഊളിയിട്ട് പോയി സുലൈമാൻ അലൈഹിസ്സലാമിന്റെ നിർദ്ദേശപ്രകാരം പലതും സംഘടിപ്പിച്ചു കൊണ്ടുവരുവാൻ സന്നദ്ധരായിരുന്നവരാണ്. ആ വിധത്തിലുള്ള വലിയ ദൗത്യം നിർവഹിക്കാനൊക്കെ കഴിയുമായിരുന്നവരാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ സേവനത്തിന് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ഷയാത്തീന്മാർ. വയഅമലൂന അമലൻ ദൂന ദാലിക, ഇതല്ലാത്ത മറ്റു പല കാര്യങ്ങളും സുലൈമാൻ അലൈഹി ഇസ്ലാമിനുള്ള സേവനങ്ങളായി അവർ ചെയ്യുമായിരുന്നു. വകുന്നാ ലഹും ഹാഫിളീൻ, ഇവരുടെയൊക്കെ മേൽനോട്ടക്കാരനായിട്ടാണ് നാം നിലക്കൊണ്ടിരുന്നത്. വകുന്നാ ലഹും ഹാഫിളീൻ, ഇവരുടെയൊക്കെ കാര്യത്തിൽ, സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ കാര്യത്തിലും അദ്ദേഹത്തിന് സേവനം ചെയ്തുകൊണ്ടിരുന്ന ഷയാത്തിന്മാരുടെ കാര്യത്തിലും സുലൈമാൻ അലൈഹി ഇസ്ലാമിന് അള്ളാഹു വിധേയപ്പെടുത്തി കൊടുത്ത ആഞ്ഞു വീശിയ കാറ്റിന്റെ കാര്യത്തിലും ഒക്കെ അതിന്റെയൊക്കെ മേൽനോട്ടം അള്ളാഹു തന്നെയാണ് നിർവഹിച്ചിരുന്നത് എന്നാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. വളരെ വിസ്മയകരമായ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ആയത്തുകളാണ് നമ്മൾ വായിച്ചു വെച്ചിട്ടുള്ളത്. ദാവൂദ് അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ കാലഘട്ടം ക്രിസ്തുവിന് മുമ്പ്, ഈസാ അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിന് മുമ്പ് 1000 വർഷം അപ്പുറത്തായിരുന്നു എന്നത് ചരിത്രപരമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ബൈബിൾ സ്രോതസ്സുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കപ്പെടുന്നത് അദ്ദേഹം 1004 മുതൽ BC 1004 മുതൽ BC 965 വരെയാണ് പലസ്തീൻ, അതുപോലെ കിഴക്കൻ ജോർദാൻ, ഷാമിന്റെ വലിയ ഭാഗം തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം തന്നെ കൊണ്ടുവന്ന അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്ത ഇസ്രായേൽ രാജ്യത്തിന്റെ അധിപനായി, അതിന്റെ ഭരണാധികാരിയൊക്കെ ആയിട്ട് ജീവിക്കുകയുണ്ടായ ആ കാലം, അത് ക്രിസ്തുവിന് മുമ്പ് 1000 വർഷം BC 1004 അദ്ദേഹത്തിന്റെ ജനനം. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് മുമ്പ് 1004 വർഷങ്ങൾക്ക് മുമ്പ്. അദ്ദേഹത്തിന്റെ മരണം ക്രിസ്തുവിന് മുമ്പ് 965 അപ്പൊ അതിനിടക്കുള്ള കാലമാണ് ദാവൂദ് അലൈഹിസ്സലാം ഈ അർദുൽ മുഖദ്ദസയിലെ അതിനെ കേന്ദ്രമാക്കിക്കൊണ്ടുള്ള ആ ഭൂപ്രദേശത്തിന്റെ നിയന്ത്രണത്തില് അതിന്റെ കൈകാര്യകർത്താവായിട്ട് ഉണ്ടായിരുന്നത്. ദാവൂദ് അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയിട്ടുള്ള വളരെ
പ്രാധാന്യമുള്ള ഒരു അനുഗ്രഹമായിട്ട് ഇവിടെ എടുത്തു പറയുന്നത് വഅല്ലംനാഹു സനഅത ലബൂസ് എന്നാണ്. സനഅത ലബൂസ്, ലബൂസിന്റെ നിർമ്മാണം, പടയങ്കിയുടെ നിർമ്മാണം അദ്ദേഹത്തെ നാം പഠിപ്പിച്ചു എന്നാണ്. യഥാർത്ഥത്തിൽ ഇരുമ്പിന്റെ ഉപയോഗം നിലവിൽ വന്നു തുടങ്ങിയ ആ ഒരു ഘട്ടമാണത്. ഇരുമ്പ് കൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയ മനുഷ്യ നാഗരികതയിലെ അയൺ ഏജ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കാലം. ഭൗതിക ചരിത്രകാരന്മാരും അതുപോലെ പുരാവസ്തു ഗവേഷകരുമൊക്കെ നൽകുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ മനസ്സിലാക്കപ്പെടുന്നത് ദാവൂദ് അലൈഹി ഇസ്ലാമിന്റെ കാലത്താണ്, അല്ലെങ്കിൽ റഫ്ലി ആ പീരീഡിലാണ് ഇരുമ്പിന്റെ ഉപയോഗം വ്യാപകമായിട്ട് വരുന്നത്. സ്വാഭാവികമായും ആയുധങ്ങൾ നിർമ്മിക്കപ്പെടുകയും വാള് പോലെയുള്ള ഇരുമ്പിന്റെ പ്രഹരശേഷിയുള്ള മൂർച്ചയുള്ള വാളുകൾ നിർമ്മിക്കപ്പെടുകയും അത് ഉപയോഗിക്കപ്പെടുകയും ചെയ്തൊരു കാലം. ചരിത്ര സ്രോതസ്സുകൾ വെളിപ്പെടുത്തുന്നത് ഒറ്റപ്പെട്ട ചില സമൂഹങ്ങൾക്ക് മാത്രമാണ് ഇരുമ്പ് കൊണ്ട് വാളുണ്ടാക്കാനുള്ള സാങ്കേതിക മികവും കഴിവും ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഇരുമ്പിന്റെ ഉപയോഗം നിലവിൽ വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ചില സമൂഹങ്ങളുടെ പേരുകൾ പരാമർശിക്കപ്പെടുന്നുണ്ട് ചില സ്രോതസ്സുകളിൽ. ആ വിഭാഗങ്ങള് ഇരുമ്പ് കൊണ്ടുള്ള വാള് നിർമ്മിക്കുകയും ശത്രുക്കളെ അതുകൊണ്ട് ആഞ്ഞു വെട്ടുകയും ചെയ്യുന്ന, അരിഞ്ഞു വീഴ്ത്തുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് അന്നുണ്ടായിരുന്നത്. അവരുടെ ശത്രുക്കളായിട്ട് അവർ കാണുന്ന കൂട്ടർക്ക് യാതൊരു നിലക്കും ആത്മപ്രതിരോധം സാധിക്കാത്തൊരവസ്ഥ. ഈ ഒരു സാഹചര്യത്തിലാണ് ദാവൂദ് അലൈഹി ഇസ്ലാമിന് അള്ളാഹു ഇങ്ങനെ ഒരു സാങ്കേതിക വിദ്യയും സൗകര്യവും ഒക്കെ ഒരുക്കി കൊടുക്കുന്നത്. ഇരുമ്പ് കൊണ്ടുള്ള വാളുകൊണ്ട് പ്രഹരിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഇരുമ്പ് കൊണ്ടുള്ള പടയങ്കി, പരിച അല്ലെങ്കിൽ കവചം നിർമ്മിക്കാനുള്ള ഒരു സാങ്കേതികമായ മികവ് ദാവൂദ് അലൈഹി ഇസ്ലാമിന് അള്ളാഹു ഒരുക്കി കൊടുക്കുകയാണ്. നിങ്ങൾക്കത് പ്രയോജനം ചെയ്തു എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ യുദ്ധ സാഹചര്യങ്ങളിലും സംഘർഷ ഘട്ടങ്ങളിലൊക്കെ നിങ്ങൾക്ക് സ്വയം സംരക്ഷിക്കാൻ അത് ഉപകരിക്കുന്നതായി എന്ന്. അതിശക്തമായി വാളുകൊണ്ട് പ്രഹരിക്കുമ്പോൾ അതിനെ നേരിടാൻ ഇരുമ്പ് കൊണ്ട് തന്നെയുള്ള ഒരു സംവിധാനം, ഒരു ഡിവൈസ് ഉണ്ടാക്കാനുള്ള യുക്തിയും അതിനു വേണ്ട ആശയവും ഒക്കെ അള്ളാഹു നൽകി. അങ്ങനെ ഒരു സാങ്കേതിക സംവിധാനം വികസിപ്പിച്ചെടുക്കാൻ ആ കാലഘട്ടത്തില് ദാവൂദ് അലൈഹി ഇസ്ലാമിന്റെ നേതൃത്വത്തിലുള്ള സമൂഹത്തിന് സാധിച്ചു എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. ചരിത്രപരമായി നാഗരിക മുന്നേറ്റങ്ങളുടെ അടയാളപ്പെടുത്തലുകളുമായി വളരെയേറെ യോജിപ്പുള്ള ഒരു വിവരണമാണ് ഇവിടെ നൽകപ്പെട്ടിട്ടുള്ളത്. ലോഹയുഗം അല്ലെങ്കിൽ അയൺ ഏജ് ഒക്കെ എന്ന പേരിലൊക്കെ വിവരിക്കുന്ന ആ ഒരു ഘട്ടം ദാവൂദ് അലൈഹി ഇസ്ലാമിന്റെ കാലത്തിനോട് ചേർന്ന് വരുന്ന, ക്രിസ്തുവിന് മുമ്പ് 1000 വർഷങ്ങളോളം അപ്പുറം ഉള്ള ഒരു ഘട്ടത്തിലാണ് ലോഹത്തിന്റെ ഉപയോഗം, അതിന്റെ സാധ്യതയൊക്കെ, പ്രത്യേകിച്ച് ഇരുമ്പിന്റെ ഉപയോഗം, അതിന്റെ സാധ്യത കൂടുതൽ തെളിഞ്ഞു വരുന്നത് എന്നതാണ് ചരിത്ര സ്രോതസ്സുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇരുമ്പ് കൊണ്ട് പരിചയം ഉണ്ടാക്കുക എന്നത് ആ ഒരു ആശയം മനസ്സിൽ രൂപപ്പെട്ടു വന്നാലല്ലാതെ
എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യമല്ല. ഇരുമ്പ് കൊണ്ട് ഒരു മറയുണ്ടാക്കുകയോ ഒരു കവചം ദേഹം പൊതിയുന്ന ഒരു ഷീറ്റ് ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യാൻ സാധിച്ചു എന്ന് വരും സാധാരണ ആലോചനയിൽ. പക്ഷെ ശരീരത്തിന്റെ മെയ്വഴക്കത്തിനും ചലനത്തിനും അനുസരിച്ച് ശരീരത്തോടൊപ്പം അങ്ങനെ ചലിക്കാനും അത് ശരീരത്തിന്റെ വഴക്കത്തിനനുസരിച്ച് വഴങ്ങാനും കഴിയുന്ന വിധത്തിലുള്ള ഒരു ഡിവൈസ് അങ്ങനെ രൂപകൽപ്പന ചെയ്യപ്പെടുമ്പോൾ മാത്രമാണ് പോരാട്ട ഘട്ടങ്ങളിൽ അത് ശരീരത്തിൽ അണിഞ്ഞുകൊണ്ട് പോരാടാൻ മനുഷ്യന് സാധിക്കുക. അതൊരു വലിയ സാങ്കേതിക മികവ് വേണ്ടി വരുന്ന ഒരു കാര്യമാണ്. ഇതേക്കുറിച്ച് വേറെയും പരാമർശങ്ങള് സൂറത്ത് സബയിലും നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ അതിന്റെ വിശദാംശങ്ങൾ പറയാം. അപ്പൊ നിങ്ങളെ കാത്തു സംരക്ഷിക്കുന്നതിന് വേണ്ടി യുദ്ധ സാഹചര്യങ്ങളും സംഘർഷങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഹിസിന് നൽകുന്നതിന് വേണ്ടി, ഹിസിൻ എന്ന് പറഞ്ഞ കോട്ട എന്നാണ് വാക്കിന്റെ അർത്ഥം, ലിതുഹ്സിനക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നിങ്ങൾക്കുള്ള സംരക്ഷണ കവചമായിട്ട് നിങ്ങൾക്ക് ഉപകരിക്കുന്നതിന് വേണ്ടി എന്ന ഒരു ആശയമാണ് അത് നൽകുന്നത്. നിങ്ങൾ അതിന് കൃതജ്ഞതയുള്ളവരായിട്ടുണ്ടോ എന്നതാണ് അള്ളാഹു ഉന്നയിക്കുന്ന ചോദ്യം. സുലൈമാൻ അലൈഹി ഇസ്ലാമിന് കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു എന്ന് ഇവിടെ പറയുന്നതും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. വളരെ വിദൂരമായ ലക്ഷ്യങ്ങളിലേക്ക് വാണിജ്യ താല്പര്യങ്ങളോടുകൂടി കപ്പലുകളെ അയക്കുന്ന കാര്യങ്ങളിലൊക്കെ സുലൈമാൻ അലൈഹി ഇസ്ലാം ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകേന്ദ്രമായ ഈ അർദുൽ മുഖദ്ദസയിൽ നിന്ന് വളരെ വിദൂരമായ യമൻ പ്രദേശത്തേക്കും മറ്റൊരു ദിശയിൽ പോയാൽ എത്തുന്ന റോമൻ പ്രദേശങ്ങളിലേക്കുമൊക്കെ സുലൈമാൻ അലൈഹി ഇസ്ലാമിന് കപ്പലോട്ടം നടത്താൻ സാധിക്കുമായിരുന്നു. ആ വിധത്തില് സുലൈമാൻ അലൈഹി ഇസ്ലാമിന് കാറ്റിനെ നിയന്ത്രണ വിധേയമാക്കി കൊടുത്തു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. മറ്റൊരിടത്ത് സൂചിപ്പിക്കുന്നത് ഉദുവുഹ ഷഹ്റുൻ വറവാഹുഹ ഷഹ്റുൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ ആ കാറ്റിന്റെ പ്രഭാത സഞ്ചാരം ഒരു മാസത്തെ വഴിദൂരമാണ്. എന്ന് പറഞ്ഞാൽ അത്രയും വേഗത്തില് ആ കാറ്റ് സഞ്ചരിച്ചുകൊണ്ട് ഒരു മാസം കൊണ്ട് യാത്ര ചെയ്ത് മാത്രം എത്താൻ കഴിയുന്ന അത്രയും വലിയ അകലത്തിലുള്ള ദിക്കുകളിൽ ഒരു പ്രഭാതം കൊണ്ട് എത്തുവാനും അതേപോലെ അത്രയും ദൂരം പ്രദോഷത്തിലുള്ള ആ കാറ്റിന്റെ യാത്രക്ക് നടത്താനും കഴിയുന്നു, തിരിച്ചെത്താനും കഴിയുന്നു എന്നതാണ് അതിന്റെ സൂചന. ഒരു മാസത്തെ ദൈർഘ്യം വഴിദൂരമുള്ള പ്രദേശത്തേക്ക് രാവിലെ പോയി സന്ധ്യയോടുകൂടി ആ പ്രദേശത്ത് നിന്ന് നാട്ടിലേക്ക് തിരിച്ചെത്താൻ പറ്റുന്ന വിധത്തില് വേഗത്തില് കടലിൽ കപ്പലോട്ടം നടത്താൻ ഉപകരിക്കുന്ന വിധത്തില് കാറ്റിനെ അദ്ദേഹത്തിന്റെ കൽപ്പനയ്ക്ക് വിധേയമാക്കി കൊടുത്തു എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്ന കാര്യം. ഇതിലൊക്കെ അസ്വാഭാവികമായും അസാധാരണത്വമുള്ള വിധത്തിലുമുള്ള പല കാര്യങ്ങളും നമുക്ക് അനുഭവപ്പെടും. പക്ഷെ അള്ളാഹു സുലൈമാൻ അലൈഹി ഇസ്ലാമിന് നൽകിയിരിക്കുന്ന അസാധാരണമായ ചില കഴിവുകളായിരുന്നു, ചില അനുഗ്രഹങ്ങളായിരുന്നു, ചില മുഅ്ജിസത്തുകളായിരുന്നു ഇവ എന്ന് മനസ്സിലാക്കുമ്പോൾ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ വളരെ എളുപ്പമാവുകയും ചെയ്യും. വലി സുലൈമാന് റീഹ ആസിഫത്തൻ, അടിച്ചു വീശുന്ന, അതിശക്തമായി അടിച്ചു വീശുന്ന കാറ്റിനെ സുലൈമാൻ അലൈഹി ഇസ്ലാമിന് അള്ളാഹു വിധേയപ്പെടുത്തി കൊടുത്തു. തജ്രീബി അംരിഹി, അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം, കൽപ്പന പ്രകാരം അത് ഇലൽ അർദില്ലത്തി ബാറക്നാ ഫീഹ, നാം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ നാട്ടിലേക്ക് അത് സഞ്ചരിക്കുന്ന വിധത്തിൽ. വകുന്ന ബിഹി ബികുല്ലി ഷൈഇൻ ആലിമീൻ, ഇതിനെക്കുറിച്ചൊക്കെയും നന്നായി അറിയുന്നവനാണ് നാം. അതുകൂടാതെ കാറ്റിനെ
സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താവുന്ന വിധത്തിൽ നിയന്ത്രണ വിധേയമാക്കി കൊടുത്തു. അതിന്റെ വേഗത വർദ്ധിപ്പിക്കാനും വേഗത നിയന്ത്രിക്കാനും ഒക്കെ കഴിയുന്ന വിധത്തില് സുലൈമാൻ അലൈഹി ഇസ്ലാമിന് അതിനെ പ്രയോജനപ്പെടുത്താൻ പറ്റി എന്നാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. സാധാരണഗതിയിൽ ഒരു മാസത്തെ യാത്ര കൊണ്ട് മാത്രം എത്തിച്ചേരുന്ന ഇടങ്ങളിൽ ശക്തമായ കാറ്റില് കപ്പലോട്ടം നടത്തി ലക്ഷ്യത്തിലെത്താൻ, പഴയ കാലത്ത് അങ്ങനെയാണ്, കാറ്റിനെ ആശ്രയിച്ചിട്ടാണ് കപ്പലിന്റെ സഞ്ചാരം ഉണ്ടായിരുന്നത്. അത് അപകടകരമായ രീതിയിൽ കപ്പലുകളെ തകർത്ത് കളയുന്ന വിധത്തിലൊക്കെ ആവാറുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. വേഗത വർദ്ധിപ്പിച്ച അതിവേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന വിധത്തിൽ കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു എന്നാണ് പറയുന്നത്. സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ വിദൂര ലക്ഷ്യങ്ങളിൽ പോയി തിരികെ എത്താൻ പറ്റുന്ന വിധത്തിൽ അള്ളാഹു പ്രത്യേകമായി ചെയ്ത അനുഗ്രഹത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വളരെ സാധാരണമായി നമുക്ക് അനുഭവപ്പെടുന്ന കാറ്റിനെ പ്രയോജനപ്പെടുത്തി എന്നൊരാശയമാണ് ഇവിടെ സൂചിപ്പിക്കുന്നതെങ്കിൽ അത് സുലൈമാൻ അലൈഹി ഇസ്ലാമിന് മാത്രമായിട്ട് ചെയ്തു കൊടുത്ത ഒരു വലിയ സംഭവമായിട്ട് ഖുർആൻ പറയേണ്ടതില്ല. മറിച്ച് പ്രകൃതി പ്രതിഭാസങ്ങളെ സുലൈമാൻ അലൈഹി ഇസ്ലാം തനിക്ക് ഉപകരിക്കുന്ന വിധത്തിൽ പ്രയോജനപ്പെടുത്തി എന്നേ പറയേണ്ടതുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. വിശിഷ്ടമായ രീതിയിൽ സുലൈമാൻ അലൈഹി ഇസ്ലാമിന് കാറ്റിനെ അള്ളാഹു പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന വിധത്തിൽ കീഴ്പ്പെടുത്തി കൊടുത്തു. അദ്ദേഹം ദീർഘമായ സഞ്ചാരം, വിദൂരമായ ലക്ഷ്യങ്ങളിലേക്ക് കപ്പലോട്ടം നടത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ അള്ളാഹു നൽകിയിട്ടുള്ള മറ്റൊരു അനുഗ്രഹമാണ് ഷയാത്തീനുകളെ സേവനത്തിന് നിർത്തിക്കൊടുത്തു എന്നത്. ശൈത്താന്മാരെ, ഭയങ്കരമായ ശക്തി വൈശിഷ്ട്യമുള്ള സൃഷ്ടികളാണ് ഷയാത്തീന്മാർ. അവർക്ക് അസാധാരണമായ കഴിവുകളാണ്, അസാധാരണമായ കരുത്താണ്. സാധാരണ മനുഷ്യന് ആലോചിക്കാനോ സങ്കല്പിക്കാനോ ഒന്നും പറ്റുന്നതിനേക്കാളൊക്കെ വലിയ സാധ്യതകളാണ് ഈ ഷയാത്തീന്മാരെ കൊണ്ട് സുലൈമാൻ അലൈഹി ഇസ്ലാമിന് ലഭ്യമായിരുന്ന സേവനങ്ങൾ. കടലിന്റെ, സമുദ്രത്തിന്റെ വളരെ വലിയ ആഴങ്ങളിലേക്ക് ഊളിയിട്ട് പോകാനും അവിടെ നിന്ന് പലതും സംഘടിപ്പിച്ചു കൊണ്ടുവരുവാനും ഒക്കെ ഈ ഷയാത്തീന്മാർക്ക് സാധിക്കുമായിരുന്നു. അതുപോലെ അത് കൂടാത്ത പല സേവനങ്ങളും ഈ ഷയാത്തീന്മാർ സുലൈമാൻ അലൈഹി ഇസ്ലാമിന് വേണ്ടി ചെയ്യുമായിരുന്നു. ഇതൊക്കെ നമ്മുടെ മേൽനോട്ടത്തിലാണ് നിർവഹിക്കപ്പെട്ടിരുന്നത് എന്നുകൂടിയാണ് അള്ളാഹുവിടെ പറഞ്ഞു വെക്കുന്നത്. വേറെ ചിലയിടങ്ങളില് സൂറത്ത് സബയില് വിശേഷിച്ച് ചില സൂചനകൾ നൽകപ്പെടുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഒരിടത്ത് പറയുന്നത് വലി സുലൈമാൻ റീഹ, സുലൈമാന് നാം കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു. ഹുദുവുഹ ഷഹ്റുൻ, അതിന്റെ പ്രഭാത സഞ്ചാരം ഒരു മാസത്തെ വഴിദൂരമുള്ളതാണ്. വറവാഹുഹ ഷഹ്റുൻ, അതിന്റെ പ്രദോഷ സഞ്ചാരം, വൈകുന്നേരത്തെ സഞ്ചാരം, മടക്ക സഞ്ചാരം, അതും ഒരു മാസത്തെ വഴിദൂരമുള്ളതാണ്. സൂചിപ്പിക്കപ്പെടുന്ന വളരെ വ്യക്തമാണ്. രാവിലെ ഒരു മാസത്തെ യാത്രാ ദൈർഘ്യം വേണ്ടി വരുന്ന ലക്ഷ്യത്തിലേക്ക് പോയിട്ട് അന്ന് സന്ധ്യയോടുകൂടി തന്നെ ആ ഒരു മാസത്തെ ദൈർഘ്യം, യാത്രാ ദൈർഘ്യം കവർ ചെയ്ത് തിരികെ എത്താൻ സാധിക്കുമായിരുന്ന അത്രയും വേഗതയിൽ സഞ്ചരിക്കുന്ന കാറ്റിനെ സുലൈമാൻ അലൈഹി ഇസ്ലാമിന് അള്ളാഹു സജ്ജീകരിച്ചു കൊടുത്തിരുന്നു എന്നാണ് അവിടുത്തെ സൂചന. മറ്റൊരിടത്ത് സൂറത്ത് സ്വാദിൽ പറയുന്നത് കാറ്റിനെ നാം അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. തജ്രീബി അംരിഹി, അദ്ദേഹത്തിന്റെ കൽപ്പന പ്രകാരം സഞ്ചരിക്കുന്ന വിധത്തിൽ. റുഹാഅൻ, മൃദുലമായി സഞ്ചരിക്കുന്ന വിധത്തില്. ഹൈസു അസാബ്, അദ്ദേഹം ഇച്ഛിച്ച ദിശയിലേക്കും ദൂരത്തേക്കും, സുലൈമാൻ അലൈഹി ഇസ്ലാം ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് മൃദുലതയോടുകൂടി സഞ്ചരിക്കുന്ന വിധത്തിലും കാറ്റിനെ നാം അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്.
അതുപോലെ സൂറത്ത് സബഇല് ദാവൂദ് അലൈഹിസ്സലാമിനെ പരാമർശിച്ചുകൊണ്ട് ഒരു വാക്യം അസൽന ലഹു ഐനൽ ഖിത്ർ എന്നാണ്. നാം അദ്ദേഹത്തിന് ഉരുക്ക് ധാതുക്കളുടെ ഉറവിടം ഒരുക്കി കൊടുത്തു എന്നാണ്. ഐന് എന്ന് പറഞ്ഞാല് ഇതിന്റെ ശേഖരമുള്ള ഉറവിടം, ഖിത്റിന്റെ ഉരുക്കിന്റെ ശേഖരമുള്ള അതിന്റെ ഭൂമിയിലെ നിക്ഷേപങ്ങളുള്ള ഇടങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള സൗകര്യം നാം ഒരുക്കി കൊടുത്തു എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ സൂറത്തു സബഇലെ മറ്റിടത്ത് പറയുന്നത് വമിനൽ ജിന്നി, ജിന്നുകളിൽപ്പെട്ട മൻ യഅമലു ബൈന യദൈഹി ബിഇദ്നി റബ്ബിഹി, അവയുടെ രക്ഷിതാവിന്റെ അനുമതിയോടുകൂടി അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ചിലരെ അള്ളാഹു സുലൈമാൻ അലൈഹിസ്സലാമിന് സേവനത്തിനായി ഒരുക്കി കൊടുത്തിരുന്നു എന്നാണ്. വമൻ യസിഗ് മിൻഹും അൻ അംരിന, നമ്മുടെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട്, കൽപ്പനയെ ലംഘിച്ചുകൊണ്ട് അവരിൽ ഈ ജിന്നുകളിൽപ്പെട്ട ശയാത്തീന്മാർ ആരെങ്കിലും കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ നുദിഖുഹു മിൻ അദാബി സഈർ, കത്തിയെരിയുന്ന ശിക്ഷ നാം അവന് നൽകുക തന്നെ ചെയ്യും എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ ഈ ശയാത്തീന്മാർക്ക് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം സുലൈമാൻ അലൈഹിസ്സലാമിന് വഴിപ്പെട്ടുകൊണ്ടും അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ടും നിലക്കൊള്ളുക മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. അവരനുസരണക്കേട് കാണിക്കുകയാണെങ്കിൽ അള്ളാഹു അവർക്ക് നരകശിക്ഷ, കരിച്ചു കളയുന്ന ശിക്ഷ നൽകുമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. يعملون ما يشاء من محاريب وتماثيل وجفان كالجواب وقدور راسيات എന്നാണ് ഈ ജിന്നുകളിൽപ്പെട്ട ഈ ശയാത്തിന്മാര് സുലൈമാൻ അലൈഹിസ്സലാമിന് വേണ്ടി ചെയ്തിരുന്ന സേവനങ്ങളെ അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. അദ്ദേഹം ഇച്ഛിച്ച പ്രകാരം അദ്ദേഹത്തിനായിട്ട് ഈ ജിന്നുകളിൽപ്പെട്ട ശയാത്തീന്മാര് ഉണ്ടാക്കി കൊടുത്തത് ഒന്ന് മഹാരീബാണ് എന്ന് പറഞ്ഞാൽ വലിയ മെഹ്റാബുകള്, വലിയ കെട്ടിട സൗധങ്ങള് അദ്ദേഹത്തിനായിട്ട് ഇവര് നിർമ്മിച്ചു കൊടുക്കുമായിരുന്നു. തമാസീല, അതുപോലെ തിംസാലുകള്, പ്രതിമകൾ നിർമ്മിച്ചു കൊടുക്കാൻ കഴിയുമായിരുന്നു. വജിഫാനിൻ കൽ ജവാബ്, വലിയ തടാകങ്ങളുടെ സമാനമായ വിധത്തിലുള്ള താലങ്ങൾ, പാത്രങ്ങൾ, വലിയ പാത്രം, ഒരു പാത്രം മലർത്തി വെച്ച അതിൽ വെള്ളം നിറച്ചു വെച്ചാൽ അത് തടാകം പോലെയാണ് കാണപ്പെടുമായിരുന്നത്. ആ വിധത്തിലുള്ള അങ്ങേയറ്റത്തെ വലിപ്പമുള്ള വലിയ പാത്രങ്ങൾ അല്ലെങ്കിൽ വലിയ താലങ്ങള് ഈ ജിന്നുകൾ സുലൈമാൻ അലൈഹി ഇസ്ലാമിന് നിർമ്മിച്ചു കൊടുക്കുമായിരുന്നു. വഖദൂരിൻ റാസിയാത്തിൻ, ഉറപ്പിച്ചു നിർത്തിയ വലിയ കലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇളക്കി മറിച്ചിടാൻ കഴിയാത്ത വിധത്തിലുള്ള അങ്ങേയറ്റത്ത് വലിപ്പമുള്ള, നമ്മുടെ ആ ഭാവനയിലൊന്നും കാണാൻ കഴിയാത്ത അത്രയും വലിപ്പമുള്ള വലിയ കലങ്ങള് സുലൈമാൻ അലൈഹി ഇസ്ലാമിന് വേണ്ടി ഈ ജിന്നുകൾ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. എന്നിട്ട് ആലു ദാവൂദിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുകയാണ്, എഅ്മലു ആലു ദാവൂദ് ശുക്ര, ദാവൂദിന്റെ കുടുംബമേ നിങ്ങൾ അള്ളാഹുവിനോട് കൃതജ്ഞതയുള്ളവരായിക്കൊണ്ട് അവന് നന്ദി കാണിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക. വഖലീല മിൻ ഇബാദിയ ശുകൂർ, എന്റെ അടിമകളുടെ കൂട്ടത്തില് വളരെ കുറഞ്ഞ പേര് മാത്രമാണ് കൃതജ്ഞത കാണിക്കുന്നവരായിട്ടുള്ളത്. അങ്ങനെ തുടർന്ന് വീണ്ടും സുലൈമാൻ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ സേവനത്തിലായിരുന്ന ശയാത്തീന്മാര്, അദ്ദേഹത്തിന്റെ കാവലിലൊക്കെ നിന്നിരുന്നവർ അദ്ദേഹം മൃതി അടഞ്ഞപ്പോ അത് അറിയാൻ അവർക്ക് സാധിച്ചിട്ടില്ല. മറിച്ച് അവര് സുലൈമാൻ അലൈഹി ഇസ്ലാമിന് അള്ളാഹു അവരെ നിർബന്ധിച്ചുകൊണ്ട് ഏൽപ്പിച്ചിട്ടുള്ള ആ സേവനം
ചെയ്തുകൊണ്ടേ അങ്ങനെ നിൽക്കുകയാണ്. അതിനെക്കുറിച്ച് തുടർന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഫലമ്മ ഖളൈന അലൈഹിൽ മൗത്ത്, അദ്ദേഹത്തിന്റെ മരണം നാം വിധിച്ചപ്പോ, മാ ദല്ലഹും അലാ മൗത്തിഹി, അദ്ദേഹം മൃതി അടഞ്ഞ കാര്യം അവർക്കൊരു സൂചനയും ലഭിക്കുകയുണ്ടായില്ല. ഇല്ലാ ദാബത്തുൽ അർള്, ചിതല് തഅഖുലു മിൻ സഅതഹു, അദ്ദേഹത്തിന്റെ ഊന്നുവടി തിന്നു തീർത്തപ്പോഴാണ് അങ്ങനെ ഫലമ്മ ഖറ, അങ്ങനെ സുലൈമാൻ അലൈഹിസ്സലാമിന്റെ മൃതദേഹം മറിഞ്ഞു വീണപ്പോഴാണ് ഈ കാവൽ നിന്നിരുന്ന ശയാത്തീന്മാർക്ക് ബോധ്യപ്പെടുന്നത് സുലൈമാൻ അലൈഹിസ്സലാം മരിച്ചിട്ട് മൃതി അടഞ്ഞിട്ട് ഒത്തിരി നേരമായി കഴിഞ്ഞു എന്ന കാര്യം. അപ്പോ അവര് പറയുന്നത് അല്ലൗ കാനൂ യഅലമൂനൽ ഗൈബ മാ ലബിഥു ഫിൽ അദാബിൽ മുഹീൻ, ഈ അദൃശ്യമായ കാര്യങ്ങൾ ഗൈബ് അറിയാൻ ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നെങ്കിൽ ഈ വിധത്തിലുള്ള നിന്ദ്യമായൊരു ശിക്ഷ നമുക്ക് ഏറ്റുവാങ്ങേണ്ടി വരുമായിരുന്നില്ല എന്നാണ് ശയാത്തീന്മാര് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സുലൈമാൻ അലൈഹിസ്സലാം മരിച്ചു എന്നത്, മൃതി അടഞ്ഞു എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അറിയാൻ കഴിയാതിരുന്ന ഗൈബിയായ ഒരു കാര്യമായിരുന്നു. അത് അറിയാനുള്ള സിദ്ധി അവർക്കുണ്ടായിരുന്നെങ്കിൽ ഈ വിധത്തിൽ അപമാനിതരാകുമായിരുന്നില്ല അവര് എന്നാണ് അവര് സ്വയം പറയുകയുണ്ടായത്. സുലൈമാൻ അലൈഹി ഇസ്ലാം മൃതി അടയുന്നതോടുകൂടി അദ്ദേഹത്തിനുള്ള സേവനം അവസാനിപ്പിച്ചു പോകാൻ അവർക്ക് സാധിക്കുമായിരുന്നു. അത് സാധിക്കാതെ പോയത് അവർക്ക് അക്കാര്യത്തിലുള്ള അദൃശ്യജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ് എന്നാണ് അവരെ ഏറ്റുപറയുന്നത്. മക്കയിലെ മുശ്രിക്കുകള് പലപ്പോഴും അവർക്ക് ഗൈബ് അറിയാനുള്ള വഴിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു ഞെളിഞ്ഞിരുന്നവരാണ്. അവരുടെ പുരോഹിതന്മാരും കാഹിനുകളും ജ്യോത്സ്യന്മാരും ഒക്കെ അങ്ങനെ മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ അറിയാനുള്ള സിദ്ധിയുള്ളവരായിട്ടാണ് അവർ കരുതിയിരുന്നത്. അതേപോലെയുള്ള ഒരു ഞെളിയൽ ഈ ശയാത്തീന്മാർക്കും ഉണ്ടായിരുന്നു എന്ന ചില സൂചനകളാണ് ഖുർആൻ നൽകുന്നത്. ഇപ്പോ സുലൈമാൻ അലൈഹിസ്സലാം മരിച്ചപ്പോ അക്കാര്യം അറിയാൻ പറ്റാതെ പോയപ്പോഴാണ് അവര് ഗൈബ് അറിയാത്തവരാണ് തങ്ങളെന്ന് സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ബോധ്യം പങ്കുവെക്കുന്നത്. ഈ മൂന്ന് ആയത്തുകൾ, ഇന്ന് നമ്മൾ വായിച്ച മൂന്ന് ആയത്തുകൾ നൽകുന്ന സുലൈമാൻ അലൈഹിസ്സലാമും ദാവൂദ് അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സൂചനകളാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുള്ളത്. അമാനുഷികമായ പല കാര്യങ്ങളും അതിലുണ്ട്. അതിൽ അസ്വാഭാവികമായിട്ട് യാതൊന്നുമില്ല. അള്ളാഹു എന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ, പ്രവാചകന്മാർ എന്ന സംഗതി യാഥാർത്ഥ്യമാണെങ്കിൽ, അവർക്ക് നൽകപ്പെടുന്ന മുഅ്ജിസത്തുകളുടെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള അവിശ്വാസവും ആവശ്യമില്ല. അള്ളാഹുവിന് അത്തരം വിശിഷ്ടമായ പല അനുഗ്രഹങ്ങളും പ്രവാചകന്മാർക്ക് നൽകാൻ യാതൊരു പ്രയാസവുമില്ല എന്നതാണ് വസ്തുത. അപ്പോ ഇന്നത്തെ സെഷൻ ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നലെ പരാമർശിച്ചിരുന്ന വിധത്തിലുള്ള ചോദ്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഈ ആയത്തുകളുടെ വളരെയേറെ ഇൻഫർമേഷൻ പങ്കുവെക്കേണ്ടതുള്ളതായ പ്രത്യേകതകളൊക്കെയുള്ള ആയത്തുകളായതുകൊണ്ട് ഇന്നും അത് സാധിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് സാധിക്കുകയാണെങ്കിൽ നാളെ 2-3 ചോദ്യങ്ങളേ ഉള്ളൂ, അത് പരിഗണിക്കാമെന്ന് വിചാരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.